ഹേ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഫോട്ടോഷീൽ ട്രീ ലൈറ്റ് കത്തിക്കുന്ന കാണാൻ പോവാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് മാളൂട്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതൊക്കെ കാണാൻ. അവൾ നടക്കാന്നൊക്കെ പറഞ്ഞു കുറേ നേരം. പിന്നെ ലാസ്റ്റ് മൂവിക്കാക്ക് എടുത്ത് തലയിലൊക്കെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ട്രീയിൽ ലൈറ്റ് ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മാളൂട്ടി അവിടെയുള്ള കടകളിലൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. മാളൂട്ടി മാത്രമല്ല, ഞാനും റിൻസിയും ഒക്കെ എക്സൈറ്റഡ് ആയിരുന്നു അവിടെയുള്ള കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ ഫൈനലി ആ ട്രീ ലൈറ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും ഞങ്ങൾ ആ തിരക്കിൽ പോയത് വെറുതെ ആയില്ല. അങ്ങനെ ട്രീ ലൈറ്റ് കത്തിക്കുന്ന കണ്ട് അതിന്റെ ഭംഗി നോക്കി കുറെ നേരം അവിടെ നിന്നു. എനിക്ക് കുറച്ച് അടുത്തേക്ക് പോയി നോക്കാന്ന് കരുതി. കാരണം ദൂരെ നിന്നുള്ള ഒരു വ്യൂ മാത്രമാണല്ലോ കണ്ടത്. അപ്പൊ എന്തായാലും അവിടെ വരെ ചെന്ന് സ്ഥിതി അതിന്റെ അടുത്തൂടെ പോയി നോക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ട്രീന്റെ തൊട്ടടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ആ ലൈറ്റിൽ നമ്മളെ ഫേസ് വീഡിയോയിലൊക്കെ കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ച് വെച്ച ട്രീന്റെ ഭംഗിയൊക്കെ നോക്കി കുറെ നേരം നിന്ന്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അവിടെയുള്ള കടകളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് കരുതി. ഞാനും റിൻസി ആണെങ്കിൽ ഇയറിംഗ്സിന്റെ കളക്ഷൻസ് കാണുമ്പോൾ അവിടേക്കാണ് കേട്ടോ കൂടുതൽ അട്രാക്ട് ആവുന്നത്. എല്ലാം ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട്. പിന്നെ മാളൂട്ടിക്ക് ഇതാ ഈ ചെവിയിൽ വെക്കുന്ന ഈ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ നോക്കി. അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കി വാങ്ങിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല, വണ്ടിയിൽ പൈസ ഉണ്ടായിരുന്നു. വണ്ടിയാണെങ്കിൽ ദൂരെ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. കഴിക്കാൻ പോലും ഒന്നും വാങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് പാനിപ്പൂരി വാങ്ങി കഴിച്ചു. മാളൂട്ടിക്കാണെങ്കിൽ കുറേ സാധനങ്ങൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതൊന്നും വാങ്ങാൻ പറ്റാത്ത സങ്കടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് റിൻസിന്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.